സി കുട്ടിക്കൃഷ്ണനും തിക്കുടിയനും. സി കുട്ടിക്കൃഷ്ണൻ കഥാകൃത്ത് എന്നുള്ള നിലയ്ക്കാണ് പ്രസിദ്ധനായെങ്കിലും അനുഗ്രഹീതനായ ഒരു കവിയായിരുന്നു. ചില നാടകങ്ങളില് കുട്ടിക്കൃഷ്ണന്റെ ചില കവിതകളുടെ ലൈനൊക്കെ വരുന്നത് ഓർക്കുന്നുണ്ട് ഞാൻ. ഒരു ചെറിയ 2 ലൈനാണ് എപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്. ഒരു നാടകത്തില് ഈ വഴി എത്ര പോകണം പോകണം എന്നാണ് അതിലെ പല്ലവി. ഈ വഴി എത്ര പോകണം. ആ പാട്ടിന്റെ ലൈൻ വായിച്ചു കഴിഞ്ഞാൽ ഇത്ര അനുഗ്രഹീതനായ ഒരു കവിയോ എന്ന് നമുക്ക് ആളെ പറ്റി തോന്നുന്നു. പക്ഷേ കുട്ടിക്കൃഷ്ണൻ ആദ്യമൊക്കെ കവിതയാണ് അത്ര എഴുതിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെറുകഥാകൃത്തം നോവൽ കൃത്തം എന്നുള്ള നിലയിലായിരുന്നു പേരെടുത്തത്. തിക്കുടിയനാണെങ്കിൽ വളരെ ശുദ്ധാത്മാ, വളരെ നല്ല സ്നേഹം ഉള്ള മനുഷ്യൻ, സ്നേഹനിധിയാണ്. പക്ഷെ മടിയനാണ്. എന്ത് ചെയ്താലും പേനയും കടലാസും കയ്യിലെടുക്കില്ല. ലാസ്റ്റ് അവസാന നിമിഷത്തില് ഇനി ഒരു രക്ഷയില്ല എന്നുള്ള വന്നാൽ മാത്രമേ എഴുതുള്ളൂ. അത് എഴുതി കഴിഞ്ഞാൽ അത് അമൂല്യ കൃതിയായിരിക്കും. ഇങ്ങനെയുള്ള അവിടുത്തെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ 2 എഴുത്തും പേരെ പറ്റി. പിന്നെ അതുപോലെ ഞാൻ കോഴിക്കോട്ട് താമസിച്ചിരുന്നത് ക്രിസ്ത്യൻ കോളേജിനടുത്ത് ശിവപുരി എന്ന് പറയുന്ന കോളനിയിലായിരുന്നു. അവിടെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡോർ നെയ്ബർ, ഞങ്ങളുടെ തൊട്ട് അയൽക്കാരനായിരുന്നു NV കൃഷ്ണവാര്യരുടെ ഭാര്യ. കൃഷ്ണവാര്യർ അന്ന് മാതൃഭൂമിയിലെ ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഒരു ദിവസം കൃഷ്ണവാര്യർ 1951 എൻ്റെ ഓർമ്മ. കൃഷ്ണവാര്യർ മാതൃഭൂമിയിൽ ഒരു ബാലപംക്തിയുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി കുട്ടികളുടെ കുറെ എഴുതൊക്കെ വരും. അതൊക്കെ ആരെങ്കിലും എഴുത്ത് പൂക്കുന്നത്. അതിൻ്റെ ഒരു ചിട്ടയെ അടുക്കൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അതങ്ങോട്ട് എടുത്തുകൂടെ, നിങ്ങളത് ഹാൻഡിൽ ചെയ്യാമോ? എനിക്ക് പ്രശ്നങ്ങളെ പലതാണ്. ഒന്ന്, എനിക്ക് റേഡിയോ സ്റ്റേഷനിൽ പിടിപ്പത് ജോലിയാണ്. 2, അന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെന്റിന്റെ അനുവാദം കൂടാതെ ഒരു പ്രസിദ്ധീകരണത്തിൽ ഒന്നും കൊടുക്കാൻ വയ്യ. എന്നും ഒരിക്കലും ഞാൻ ആ താല്പര്യം കൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു. 5 കൊല്ലത്തോളം കുട്ടികളുടെ ബാലപംക്തിയിലെ കുട്ടേട്ടൻ എന്ന് പറഞ്ഞുള്ള ഭാഗം അത് എഡിറ്റ് ചെയ്തിരുന്നത് 8 കോളം ഉണ്ടാവും, 2 പേജ് ഞാനാണ് ചെയ്തിരുന്നത്. 1951 മുതൽ 1955 കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറി പോകുന്നത് വരെ. അപ്പോൾ ആ കാലത്ത് NV കൃഷ്ണവാര്യരെ വളരെ അടുത്തറിയാനും അദ്ദേഹവുമായിട്ട് ഇടപഴകാനും ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, കൃഷ്ണവാര്യർ ഒരു ലിംഗ്വിസ്റ്റ് ആയിരുന്നു. കൃഷ്ണവാര്യർ അന്നൊരു തമിഴ് പത്രം ദിവസവും വീട്ടിൽ വരുമായിരുന്നു. അതുപോലെ കാര്യങ്ങൾ അറിയാനുള്ള കൃഷ്ണവാര്യരുടെ ജ്ഞാനതൃഷ്ണ. നമ്മളെ കൃഷ്ണവാര്യർക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യത്തെപ്പറ്റി ആരെങ്കിലും പറയാതിരുന്നാൽ കണ്ണും ചെവിയും തുറന്നു പിടിച്ചിട്ട് വളരെ ഉത്സാഹത്തോടു കൂടിയായിരിക്കും അത് കേൾക്കുക. ഞാൻ ഓർക്കുന്ന ഒരു തലശ്ശേരി എന്ന ഒരു പഴയ സർക്കസുകാരൻ, പണ്ട് സർക്കസുകാരനായിരുന്നു. അയാൾ വന്ന് സർക്കസുകാരുടെ പരിശീലനം, ട്രെയിനിങ്, അത് കഴിഞ്ഞ് അവര് സർക്കസ് കമ്പനിയിൽ കൂടാരങ്ങൾ ആയിട്ട് പോയി ഈ കഥകളൊക്കെ ഇതിൽ വിസ്തരിച്ചു. ഞാനിടയ്ക്ക് ഉറക്കം തുടങ്ങി. ഇയാൾ പറഞ്ഞുകൊണ്ട് കൃഷ്ണവാര്യരുടെ കണ്ണും മുഴിച്ച് ചെവി കുളിച്ച് ഇരുന്ന് അത് മുഴുവൻ കേട്ടു. അപ്പൊ ആ മനുഷ്യന്റെ, ആ വ്യക്തിയുടെ ജ്ഞാനതൃഷ്ണ, ഏത് കാര്യങ്ങളെ കുറിച്ച് തന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കൃഷ്ണവാര്യർ വളരെ അനുഗ്രഹീതനായ ഒരു എഡിറ്ററായിരുന്നു. ഗദ്യം എഴുതുന്നതും പദ്യം എഴുതുന്നതും എല്ലാത്തിലുമായിരുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളിൽ ഞാൻ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ള ഒന്ന് ഈ ജ്ഞാനതൃഷ്ണ. കാര്യങ്ങൾ, തനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ആര് പറയണ കേട്ട് കഴിഞ്ഞാലും ശ്രദ്ധയോടുകൂടി അത് മുഴുവൻ കേട്ട് അത് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി കോഴിക്കോട്ട് നിന്ന് ഇൻഡോറിൽ പോയി. ഇൻഡോറിൽ ചെന്നപ്പോൾ കംപ്ലീറ്റ്ലി ഏറ്റവും വളരെ വ്യത്യസ്തമായിരുന്നു അവിടുത്തെ ചുറ്റുപാട്. ഹിന്ദി സാഹിത്യത്തിലെ വലിയൊരു സാഹിത്യകാരനായിരുന്നു വിലാസ് ചന്ദ്ര ജോഷി. അദ്ദേഹമായിരുന്നു
അന്ന് അവിടുത്തെ സ്പോക്കൺ വേർഡ് പ്രൊഡ്യൂസർ, അതായത് പ്രഭാഷണങ്ങൾ അങ്ങനെയുള്ള പരിപാടികൾ അദ്ദേഹത്തെ, അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധപ്പെട്ട ഒരു നോവലിസ്റ്റും എഴുത്തുകാരൻ, അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞ വലിയ കാര്യം. പിന്നെ അതുപോലെ ഞാൻ അവിടുത്തെ സംഗീത പരിപാടികളിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു. എനിക്ക് നോർത്ത് ഇന്ത്യൻ മ്യൂസിക് അറിയില്ല, സംഗീതം തന്നെ വലുതായിട്ട് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിൽ ഗജാനൻ റാവു ജോഷി എന്ന് പറയുന്ന ആളായിരുന്നു പ്രൊഡ്യൂസർ. ഞങ്ങൾക്ക് ഒരു മ്യൂസിക് റൂമുണ്ട്, ഞാനും ഗജാനൻ റാവു ജോഷിയാണ്. ഗജാനൻ റാവു ജോഷി വയലിനിലും വായ്പാട്ടിലും ഔട്ട്സ്റ്റാൻഡിങ്, അതായത് അന്നത്തെ കാലത്തെ സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്നു. അപ്പം അന്ന് അവിടെ ഇരിക്കുമ്പോൾ ഇൻഡോർ സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് 2 കൊല്ലം ഞാൻ അവിടെ ഇരുന്നു. ഉത്തരേന്ത്യൻ സംഗീതത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും വലിയ പാട്ടുകാരും എന്താ പറയുന്നത് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നവരൊക്കെ അന്നത്തെ പ്രചരണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബിസ്മില്ല ഖാൻ വന്നത്. ബിസ്മില്ല ഖാൻ ഒരിക്കൽ വന്നു. അപ്പോൾ അന്ന് ചെയിൻ ബുക്കിംഗ് ഒരു സിസ്റ്റമുണ്ട്. തൊട്ടടുത്ത റേഡിയോ സ്റ്റേഷനിൽ വന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ നിന്ന് അടുത്തുള്ള റേഡിയോ സ്റ്റേഷനിൽ പോയി എല്ലാ ദിക്കിലും 3 ദിവസം ഉണ്ടാവും. ആദ്യത്തെ ഒരു ദിവസം ഒരു വായ്പാട്ട് കച്ചേരി, പിറ്റേ ദിവസം റെക്കോർഡിങ്, അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഒരു കച്ചേരി. ബിസ്മില്ല ഖാനോട് ഞാനപ്പോൾ വന്നപ്പോൾ കോൺട്രാക്റ്റൊക്കെ കൊടുക്കേണ്ടത് ഞാനാണ്. അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് അദ്ദേഹം ഒപ്പിടണമല്ലോ. അത് വന്ന് തലേ ദിവസം പ്രോഗ്രാമിൻ്റെ തലേ ദിവസം അദ്ദേഹം വന്നപ്പോൾ ഞാനത് അദ്ദേഹത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതാണ് അങ്ങയുടെ 2 ദിവസത്തെ ബ്രോഡ്കാസ്റ്റിനുള്ള ഫീസ്, ഇത് ഒരു ദിവസത്തെ റെക്കോർഡിങ്ങിനുള്ള ഫീസ്, ട്രാവലിംഗ് ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എൻ്റെ കൈ വന്നു. മിസ്റ്റർ നായർ സാർ, ഞാൻ എവിടെ ഒപ്പിടണേന്ന് പറഞ്ഞാൽ മതി, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ആ മനുഷ്യൻ്റെ ആളുടെ എന്താ പറയുന്നത് എന്തോ വിശാല മനസ്കനായവൻ. അദ്ദേഹത്തിന് പണമല്ല, കലയാണ്. അതുപോലെ അംജദ് അലി ഖാൻ, ഉസ്താദ് അംജദ് അലി ഖാൻ്റെ അച്ഛൻ ഹഫീസ് അലി ഖാൻ സരോദുവായിരുന്നു. അദ്ദേഹം ഇൻഡോർ സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹം കൂടെ വരാറുണ്ട്. ബിസ്മില്ല ഖാനെ പോലെയുള്ള ബിസ്മില്ല ഖാൻ, അല്ലാതെ ഖാൻ, ഇവരൊക്കെ ചെയിൻ ബുക്കിങ്ങിൽ ഇടയ്ക്ക് വല്ലപ്പോഴും. അങ്ങനെ അന്നത്തെ കാലത്ത് അവിടെ മ്യൂസിക് പ്രോഗ്രാം ഇരുന്നപ്പോൾ എനിക്ക് ഉത്തരേന്ത്യൻ സംഗീതത്തിലെ ഏറ്റവും വലിയ പ്രതിഭകളെ പരിചയപ്പെടാനും അവരുമായിട്ട് അവരുടെ എന്താ പറയുന്നത് അവരുടെ കഴിവുകളെ പറ്റി മനസ്സിലാക്കാനും കഴിഞ്ഞു. വലിയ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കും. 1985 4 കൊല്ലം സർവീസ് ഉള്ളപ്പോൾ എൻ്റെ ഭാര്യ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. കാരണം ഞങ്ങളുടെ മൂത്ത മകളുടെ അമേരിക്കയിലാണ്, അവൾ ഡോക്ടറാണ്. അവൾ രാത്രിയും പകലും ജോലി ചെയ്യുന്ന ആളാണ്. അവളുടെ 2ാമത്തെ പ്രസവത്തിൻ്റെ സമയമായിരുന്നു. കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണം. അവൾക്കധികം ജോലി ലീവ് എടുക്കാനും നിവൃത്തിയില്ല. അത് കാരണം ഞങ്ങൾ 1985 പോയി. അത് കഴിഞ്ഞ് 89 ഞങ്ങൾ മിക്കവാറും അമേരിക്ക പോയി താമസിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അവിടേക്ക് പോയത്. അതിനുശേഷം ഏതാണ്ട് 1989 അത് ഒരു 2014-15 വരെ മിക്കവാറും ഞങ്ങൾ അവിടെ ഞങ്ങളുടെ കുട്ടികളുടെ പെൺമക്കളുടെയും ആൺമക്കളുടെയും കുട്ടികളെ നോക്കലായിരുന്നു ഞങ്ങളുടെ 2 പേരുടെയും ജോലി. ആ സമയത്ത് എനിക്ക് അപ്പോഴേക്കും 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബോസ്റ്റണിൽ ഉണ്ടായിരുന്ന കാലത്ത് മസാച്യുസെറ്റ്സിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മസാച്യുസെറ്റ്സിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഫീസ് വേണ്ടാന്നായിരുന്നു അന്നത്തെ വ്യവസ്ഥ. പിന്നീട് അത് പകുതി ഫീസ് കൊടുത്താൽ മതി എന്നായി. പക്ഷെ ഞാൻ ചേർന്നപ്പോൾ ഫീസ് വേണ്ടാന്നുള്ള വ്യവസ്ഥയിലായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ചേർന്നു. 2-3 കൊല്ലം യൂണിവേഴ്സിറ്റി ഓഫ് മസാച്യുസെറ്റ്സിൽ ഞാൻ പഠിച്ചു. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ മസാച്യുസെറ്റ്സിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് കൊടുക്കേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് അവിടെ ചേർന്നത്. കാരണം അമേരിക്കയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ് ഭയങ്കരമാണ്. നമുക്ക് സാധാരണഗതിയിലാണെങ്കിൽ നമുക്കത് താങ്ങാനാവില്ല. ഫീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി ചേർന്നു. പിന്നെ എനിക്ക് ഡിഗ്രി ഒന്നും ആവശ്യമായിരുന്നില്ല.
അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ്, ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞാൻ പഠിച്ചത്. അത് ആർട്സ് സബ്ജക്റ്റ് മാത്രമോ സയൻസ് സബ്ജക്റ്റ് മാത്രമല്ല, രണ്ടും മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കും. പിന്നെ അവിടുത്തെ രണ്ട് വ്യത്യാസങ്ങൾ പ്രധാനമായിട്ട് ഞാൻ നോട്ട് ചെയ്ത്, ഇവിടെ കാലത്ത് 10 മുതൽ 4 വരെയാണ് കോളേജ്. അവിടെ അങ്ങനെയല്ല. കാലത്ത് 7 മണി 7:30 മണിക്ക് തുടങ്ങും. പല കോഴ്സസാണ്. ഒരു സെമസ്റ്റർ അവിടെ സെമസ്റ്റർ സിസ്റ്റമാണ്, ക്രെഡിറ്റ് സിസ്റ്റമാണ്. 120 ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു BA ഡിഗ്രി കിട്ടും. 3 ക്രെഡിറ്റ്സ് ആണ് ഒരു സെമസ്റ്റർ. 3 മാസം ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ 3 ക്രെഡിറ്റ്സ് ആണ് കിട്ടുക. അങ്ങനെ 40 വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു BA ഡിഗ്രി കിട്ടും. അപ്പോൾ അമേരിക്കയിൽ ചിലപ്പോൾ 16 വയസ്സായവർ ഡിഗ്രി എടുത്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും എന്താണെന്ന്. ഇവ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കോളേജിലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. എത്രമാത്രം കൂടുതൽ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണോ അത്രമാത്രം ബെനിഫിറ്റ്സ് ആണ്, ആനുകൂല്യങ്ങളും നന്മകളുമാണ് നമുക്ക് അവിടെ വരിക. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ നൊബേൽ സമ്മാനങ്ങളൊക്കെ അമേരിക്കയിലും യൂറോപ്പിലുള്ളവർക്കാണല്ലോ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ടാഗോറിന് കിട്ടി, CV രാമന് കിട്ടി. പക്ഷെ പിന്നെ കിട്ടിയവരൊക്കെ മിക്കവരും ഇന്ത്യൻ വംശജരാണെന്നേ ഉള്ളൂ. അവർ ജോലി ചെയ്തിരുന്ന പുറത്തായിരുന്നു. എന്തുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് കിട്ടാതെ ഇവർക്ക് കിട്ടുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്, അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. കോളേജിൽ ഒരുത്തൻ ചേരുന്നുണ്ടെങ്കിൽ പഠിക്കാൻ മാത്രമാണ്, പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാലേ അവൻ അവിടെ നിന്ന് ഒരു ഡിഗ്രി കിട്ടുള്ളൂ. കൊല്ലം മുഴുവൻ ഉഴപ്പി നടന്ന് അവസാനത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ബുദ്ധിയുള്ള കുട്ടിയാണ്, അവസാനത്തെ പരീക്ഷ ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ അവന് ക്ലാസ്സോടുകൂടി പാസ്സാവാം. അവിടെ അത് നടക്കില്ല. ഒരു സെമസ്റ്റർ 3 മാസം എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ തുടക്കം മുതൽ അവസാനം വരെ ക്ലാസ് റെഗുലറായിട്ട് നിഷ്ഠയോടുകൂടി ക്ലാസ്സിൽ ഹാജരാവുകയും, പിന്നെ ക്ലാസ് ചെറിയ ക്ലാസ്, അവിടെ 30-35 പേരെ ഉണ്ടാവുള്ളൂ. ക്ലാസ്സിലെ ടീച്ചറുടെ പ്രസംഗത്തിനിടയ്ക്ക് നമ്മൾ സംശയങ്ങൾ ചോദിച്ച് ഡിസ്കഷനിൽ, അവിടുത്തെ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്താൽ ഇതിന് 15 മാർക്കാണ്. നമ്മൾ അറ്റൻഡൻസ്, ക്ലാസ് ഡിസ്കഷനിൽ പങ്കെടുക്കുക എന്നുള്ളതിന് 15 മാർക്ക്. പിന്നെ 3 മാസത്തിനിടയ്ക്ക് 2 പരീക്ഷകളുണ്ടാവും. ഈ 2 പരീക്ഷയ്ക്കും 15 മാർക്ക് വീതം. അത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് 2 പ്രോജക്ട്സ് ഉണ്ടാവും. അത് ഏത് സബ്ജക്റ്റ് എടുത്ത് ഏതിന് പഠിക്കുകയാണെങ്കിലും ഈ പ്രോജക്ട്സ് ചെയ്യണം. ഞാൻ ആർട്സ് എടുത്തപ്പോൾ അതായത് ആദ്യത്തേത് പ്രാചീന കാലം മുതൽ മധ്യകാലം വരെയുള്ള പാശ്ചാത്യ കല. അതിൽ പെയിൻറ്റിങ്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, ഇത് 3 വരും. അപ്പോൾ ബോസ്റ്റണിൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി അല്ലാതെ 5-6 മ്യൂസിയംസ് ഉണ്ട്. ആ മ്യൂസിയങ്ങളിലൊക്കെ ഒറിജിനലായിട്ടുള്ള വലിയ വലിയ കലാകാരന്മാരുടെ ഒറിജിനൽ ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രോജക്റ്റ് നമുക്ക് തരിക. ഇപ്പം എനിക്ക് ലിയനാർഡോ ഡാ വിഞ്ചിയുടെ പഠിക്കാനുള്ള ലെസണിലുണ്ടെങ്കിൽ ഡാവിഞ്ചിയുടെ പഠിച്ച പാഠത്തിലുള്ള പടങ്ങളല്ല, വേറെ പടങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള അതുപോലെയുള്ള വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ, 2 ചിത്രങ്ങൾ ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയി ഒരു കലാകാരൻ്റെ 2 ചിത്രങ്ങൾ കണ്ട് ഒരു താരതമ്യ പഠനം. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇതായിരിക്കും. അങ്ങനെ 2 പ്രോജക്റ്റ് ചെയ്യണം ഒരു സെമസ്റ്ററിൽ. ഈ 2 പ്രോജക്റ്റിനും 15 മാർക്ക് വീതമുണ്ടാവും. ഓരോ സെമസ്റ്ററിന് ഓരോ പ്രോജക്റ്റിനും. അപ്പം അത് 30 മാർക്ക്. അപ്പോൾ ആദ്യത്തെ 15, 30, 45, 30, 75. പിന്നെ 25 മാർക്ക് അവസാനത്തെ പരീക്ഷയ്ക്ക്. അപ്പോൾ കൊല്ലം മുഴുവൻ ഉഴപ്പി നടന്ന് അവസാനം ഭംഗിയായിട്ട് പഠിച്ച് അതിബുദ്ധിമാനായ ഒരുത്തൻ പരീക്ഷ എഴുതി കഴിഞ്ഞാലും അവന് കിട്ടുന്നത് 25 മാർക്കിലുള്ള അവിടെ ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ 25 മാർക്കിൽ 25 കൊടുക്കും. പക്ഷേ 100-ൽ 25 കിട്ടി അവൻ തോക്കും. ഇവിടെ അവൻ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ മേടിച്ച് പാസ്സാവും. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സ്, വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ല എന്നുള്ളതിൻ്റെ വലിയൊരു അനുഗ്രഹം അതാണ് അവിടെ ആ രാജ്യത്ത്.
ഇവിടെ ഞാൻ എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്നു. ഞാൻ ഡിഗ്രി എടുത്ത അവിടെ നിന്നാണ് 2 കൊല്ലം, 1944 മുതൽ 46 വരെ. അത് കഴിഞ്ഞ് അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാർ തമ്മിൽ നടന്നിട്ടുള്ള അടിപിടിയും കത്തിക്ക് കുത്തും പറ്റി വായിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ കരഞ്ഞു. ഭഗവാനെ, ഞാൻ പഠിച്ച എന്ത് വലിയൊരു സ്ഥാപനമായിരുന്നു അത്, എന്ത് വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു അത്. അവിടുത്തെ കഥ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള കോളേജുകളിലെ കഥ എന്തായിരിക്കും? അപ്പോൾ ഒന്നത്, അപ്പോൾ തുടങ്ങുന്ന ദിവസം മുതൽ പഠിച്ചു പോകണം, എന്നാൽ മാത്രമേ അവിടെ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് അമേരിക്കയിലും യൂറോപ്പിലുള്ളവർക്ക് മാത്രമാണ് ഈ നോബൽ സമ്മാനങ്ങൾ കിട്ടുന്നത്. കാരണം അവർക്ക് വെറുതെ കിട്ടുന്നതല്ല, ഇതുപോലെ പണിയെടുത്തിട്ടാണ്. അവിടെ രാവിലെ 8 മുതലാണ് ക്ലാസ്, ജോലി തുടങ്ങുക. രാവിലെ ഇവിടെ 10 മണിയാണ്, രാവിലെ 8 മണിക്ക് തുടങ്ങും അവിടെ. അപ്പോൾ ആ 8 മണി മുതൽ ഒരു സെക്കൻഡ്, ഒരു നിമിഷം പോലും സമയം കളയാതെ ജോലി ചെയ്താൽ മാത്രമേ അവിടെ നികന്നു പോകാൻ പറ്റുള്ളൂ. 1. 2, വൃത്തി. ആ രാജ്യത്ത് ഞാനൊരു 15-20 കൊല്ലത്തോളം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ എവിടെ ഏത് ഭാഗത്ത് ചെന്നാലും വൃത്തിയാണ്. നമ്മളിവിടെ റോഡുകളും നമ്മുടെ പറമ്പുകളും എന്ത് വൃത്തികേടായിട്ടാണ് നമ്മൾ ഇടുന്നത്. നമുക്കിതൊക്കെ വൃത്തിയായിട്ട് വെച്ചുകൂടെ എന്ന് ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2, അവിടുത്തെ വൃത്തി. 3, അന്യൻ്റെ കാര്യം അന്വേഷിക്കുക എന്നുള്ളത് അയൽവക്കക്കാരവിടെ ചെയ്യില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നു. അയലക്കത്തുകാരൻ എന്ത് ചെയ്യുന്നു, അവൻ എങ്ങനെ ജീവിക്കുന്നു, ഇതൊന്നും അവർക്ക് ബാധകമല്ല. അത് മിക്ക ആളുകൾക്കും അത് വലിയ സന്തോഷമാണ്. നമ്മളിൽ മറ്റൊരാളുടെ ഒരു ഇടപെടലില്ല നമ്മുടെ ജീവിതത്തിൽ. 3, എനിക്ക് മൃഗങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഈ 10-15 കൊല്ലം അമേരിക്കയിൽ ജീവിച്ചു. നാട്ടിൽ വരും, ഇടയ്ക്ക് വരും, പോവുകയൊക്കെ ചെയ്യും. എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, അതിനായിട്ട് എന്തായാലും കൊല്ലത്തിൽ ഒരിക്കൽ വരണം. ഇതൊക്കെ പോയി ചെയ്തിരുന്നു. ഞാൻ ഈ ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഒരൊറ്റ തെരുവ് നായയെ പോലും അമേരിക്ക കണ്ടിട്ടില്ല. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ 26 ദശലക്ഷം 260 ലക്ഷം തെരുവ് നായ്ക്കളുണ്ട്. അവിടെ എന്തുകൊണ്ട് ഞാൻ ഈ 15-20 കൊല്ലത്തിന് അവിടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു തെരുവ് നായ അവിടെ കണ്ടില്ല? എന്നാൽ മിക്കവാറും എല്ലാ വീട്ടുകാർക്കും ഒരു നായ അവർ അരുമയായിട്ട് വളർന്നു. പക്ഷേ തെരുവ് നായകളില്ല. അത് തെരുവ് നായകളെ എനിക്ക് തോന്നുന്നത് ഹോളണ്ടിലാണ് ആദ്യമായിട്ട് അവർ ഈ തെരുവ് നായകളുടെ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനാശം ചെയ്തിട്ട്. അതൊക്കെ കൊല്ലായിരുന്നില്ല, തെരുവ് നായകളെ മുഴുവനും തീറ്റയും കൊടുത്ത് സങ്കേതം ഉണ്ടാക്കി അവർ പെരുകാതെ അവരെ സ്റ്റെറിലൈസ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ 1, വൃത്തി. 2, ചിട്ട. 3, കഠിന അധ്വാനികളാണ് അവിടെ ഉള്ളവർ. അവിടെ ശമ്പളം, നമ്മളിപ്പോൾ ഒരു ജോലിക്കാരന് നിർത്തുകയാണെങ്കിൽ ശമ്പളം കൊടുക്കുന്നത് മണിക്കൂർ കണക്കിന്. ആ ഒരു മണിക്കൂറിൽ 60 മിനിറ്റിൽ അവൻ ഒരു നിമിഷം പോലും വെറുതെ നിൽക്കില്ല. 1 മണിക്കൂർ ജോലിക്ക് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അവൻ ആ 1 മണിക്കൂറും ശരിക്ക് പണിയെടുക്കും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ഈ നൊബേൽ സമ്മാനങ്ങൾ കിട്ടുന്നതും ജീവിതത്തിൽ അവർ ഉയർന്നു വരുന്നതും. നമ്മളിവിടെ എങ്ങനെ വെച്ചാൽ കാം ബഹുദാം എന്നാണ്. എത്രമാത്രം ജോലി കുറച്ച് ചെയ്യുന്നു, എത്ര കൂടുതൽ ആദായം കിട്ടാൻ നോക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ജനങ്ങളുടെ വാസന ഞാൻ കണ്ടിരിക്കുന്നത്. കാം ബഹുദാം. കുറച്ചു ജോലി, കൂടുതൽ കൂലി. ഇതല്ല അവിടുത്തെ സിസ്റ്റം. പക്ഷേ അവിടെ നമ്മളൊരു കടയിൽ ചെന്ന് ഒരു തീപ്പെട്ടിയോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് പാക്കറ്റോ മേടിക്കുന്ന പോലെ ഒരു തോക്ക് മേടിക്കാം. അതുകൊണ്ടാണ് അമേരിക്കയിൽ ഈ തോക്ക് ഉപയോഗിച്ചിട്ടുള്ളതായ കുറ്റകൃത്യങ്ങൾ കൂടുതലാണ്. അപ്പം നമുക്ക് അവരെ കണ്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അവരുടെ ജീവിത രീതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണം. നമുക്ക് ത്യജിക്കാനും എടുക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. അവിടുന്ന് ഒരു ഒരു 1920കളിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.
10-12 കൊല്ലത്തിന് ശേഷം പിന്നെയും അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കാത്തേ ഉള്ളൂ. കൂടുതൽ കാലം അവിടെ നിന്നിട്ടില്ല. പിന്നീട് ഇവിടെ വന്ന് കാലടിയിൽ നിൽക്കുക. എനിക്ക് ആകെ പ്രായമായി. എനിക്കാകെയുള്ള ഇപ്പോഴത്തെ രക്ഷ എൻ്റെ കമ്പ്യൂട്ടറാണ്. എൻ്റെ മക്കൾ, അമേരിക്കയിലെ 3 മക്കളുണ്ട്. അവരെനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിശ്വപ്രസിദ്ധമായിട്ടുള്ളതായ ജേണൽസിൽ പ്രസിദ്ധീകരണങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ അവരുടെ ആർക്കൈവ്സ്, അവരുടെ കഴിഞ്ഞ ഒരു 100 കൊല്ലം മുമ്പ് മുതലുള്ള അവരുടെ എല്ലാ ഇതും കാണാം. എനിക്ക് ഇപ്പോൾ ഉള്ളത് സ്പെക്ടേറ്റർ, ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് എഴുത്തുകാർ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതായ ഒരു പ്രസിദ്ധീകരണമാണ്. സ്പെക്ടേറ്റർ, ടെലിഗ്രാഫ്, ടൈംസ് ലിറ്റററി സപ്ലിമെൻറ്റ്, പിന്നെ അമേരിക്കയിലെ ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സ്. നമ്മുടെ ഇവിടെ മലയാളത്തിൽ ഇന്ത്യയിലുണ്ടതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. ബുക്ക് റിവ്യൂസിന് മാത്രമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സും ലണ്ടനിലെ ലണ്ടൻ റിവ്യൂ ഓഫ് ബുക്സും. ഞാനിവിടെ ഓൾ ഇന്ത്യ റേഡിയോയിലെ എൻ്റെ ചില പഴയ സ്നേഹിതന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സാഹിത്യത്തിൽ വലിയ പ്രതിഷ്ഠ നേടിയവരാണ്, ഇവിടെ തുടങ്ങിക്കൂടെ ഒരു ബുക്ക് റിവ്യൂ മാത്രമായിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ. അപ്പോൾ അവർ പറയണത് ഇംഗ്ലീഷിലെ പുസ്തകാഭിപ്രായങ്ങൾ മാത്രമുള്ളൊരു പബ്ലിക്കേഷൻ തുടങ്ങിയാൽ ലോകമാണ് മാർക്കറ്റ്. ഇവിടെ മലയാളത്തിൽ ഒരെണ്ണം തുടങ്ങിയാൽ കേരളമാണ് മാർക്കറ്റ്. അത് ഫീസിബിൾ അല്ല, അത് നടപ്പില്ല. ഇവിടെ സാധിക്കില്ല, അത് സാമ്പത്തികമായിട്ട് അത് സാധിക്കില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ അതില്ലാത്തത്. പിന്നെ അവിടുത്തെ ലൈബ്രറികൾ, ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ എല്ലാ ടൗണിലും, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് പകരം അവിടെ ടൗൺ എന്നാണ് പറയുക. ഞങ്ങൾ താമസിച്ചിരുന്നത് ബോസ്റ്റണിലെ ഒരു പ്രദേശമാണ് മിൽട്ടൺ എന്ന് പറയുന്നത്. ഈ മിൽട്ടൺ എന്ന് പറയുന്ന ടൗണിലാണ് ഞാൻ താമസിച്ചിരുന്നത്. മിൽട്ടൺ ടൗണിലെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ഇല്ലാത്ത പുസ്തകങ്ങളില്ല, ആ ലൈബ്രറിയിൽ ഇല്ലാത്ത CD ഇല്ല, എല്ലാം അവിടെ കിട്ടും. ലൈബ്രറി കംപ്ലീറ്റ് ഫ്രീ, സൗജന്യമാണ്. മിൽട്ടനകത്ത് ജീവിക്കുന്നവർക്ക് അവിടെ ചെന്ന് നമ്മുടെ ID, പാസ്പോർട്ടോ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരു ലൈബ്രറി കാർഡ് കിട്ടി. എത്ര ബുക്ക് വേണമെങ്കിലും എടുക്കാം, എത്ര മാഗസിൻ വേണമെങ്കിലും എടുക്കാം, എത്ര റെക്കോർഡിങ്സ് വേണമെങ്കിലും എടുക്കാം. ഇത് കൊണ്ടുപോയിട്ട് 2 ആഴ്ച സമയമുണ്ട്, വേണ്ടി വന്നാൽ നമുക്കത് കിട്ടാം. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് റിവ്യൂ കണ്ടു, ഒരു നല്ല ബുക്കാണ്, എനിക്കിത് വായിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കേണ്ട, ലൈബ്രറി പറഞ്ഞാൽ മതി. അവിടുത്തെ റെഫറൻസ് സെക്ഷനിൽ പറഞ്ഞാൽ അവർ ബുക്കിൻ്റെയും പബ്ലിഷറുടെയും പേരെഴുതി അവർ ആ ബുക്ക് വരുത്തും. ആ ബുക്ക് വരുത്തി കഴിഞ്ഞ് നമ്മുടെ ടെലിഫോൺ നമ്പറൊക്കെ അവരെടുത്തുണ്ടാവും. അവർ പറയും, നിങ്ങൾ ആവശ്യപ്പെട്ട ബുക്ക് ഇതാ വന്നിരിക്കുന്നു, ഒന്നെടുത്തോളൂ, നമുക്ക് പോയി അതെടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള അവിടുത്തെ ലൈബ്രറികൾ അത്രമാത്രം റിസോഴ്സ്ഫുള്ളാണ്. നമുക്ക് അതുകൊണ്ട് അവിടുത്തെ ലൈബ്രറികളിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ദിക്കിൽ പോയാലും ജീവിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സൗകര്യം കിട്ടില്ല. ഞാൻ 1950 ജനുവരി മാസത്തിലാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് സന്നദ്ധെടുത്ത് എറണാകുളം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങിയത്. അമ്പാടി കൃഷ്ണൻ്റെ ജൂനിയറായിരുന്നു. ആ കൊല്ലം ഒരു ഫെബ്രുവരി മാർച്ച് ആയപ്പോഴാണ് ശങ്കരക്കുറുപ്പ് മാഷക്ക്, മഹാകവി ജി ശങ്കരക്കുറുപ്പ്, അദ്ദേഹം എറണാകുളത്ത് ചിറ്റൂർ റോഡിലാണ് താമസം. ഞങ്ങൾ താഴത്തോട്ട് ആണ് അദ്ദേഹത്തിൻ്റെ വീട്, എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ കുറുപ്പ് മാഷയുടെ വീട്ടിൽ താമസിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അത് കാരണം ആ കുടുംബമായിട്ട് വളരെ ബന്ധമുണ്ട്. ആ സമയത്താണ് ശങ്കരക്കുറുപ്പ് മാഷക്ക് കാലശലായിട്ടുള്ള ഒരു മസൂരി ബാധ ഉണ്ടായത്. അപ്പോൾ മസൂരി ഉള്ളവർ വീട്ടുകാരെ കണ്ടുകൊടുന്ന വയ്പ്പ്. അപ്പോൾ കുറുപ്പ് മാഷയുടെ ഭാര്യ സുഭദ്രമ്മ വേറെ വീട്ടിൽ താമസിച്ചു, മക്കളും അടുത്ത് നിൽക്കാൻ പാടില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, കുറുപ്പ് മാഷയുടെ അനിയൻ ശേഖർ കുറുപ്പ്, സുഭദ്രമ്മയുടെ റിലേറ്റീവ് കുച്ചുട്ടമാരാണ്. ഇവർ 2 പേരുമാണ് അടുത്ത് നിന്നിരുന്നത്. പിന്നെ വസൂരി വന്നാൽ നോക്കാനുള്ള ആളുകൾ, പണ്ട് കാലത്ത് വസൂരി വന്ന് മാറിയിട്ടുള്ളവർ ആണ് നോക്കുക. പക്ഷെ അകത്ത് പുറമേന്ന് ചെല്ലാവുന്ന ആളുകൾ
ഞങ്ങൾ 3 പേരായിരുന്നു. ഒന്ന് ഞാൻ, പിന്നെ ഒന്ന് മഹാകവി ഇ ശങ്കരക്കുറുപ്പിൻ്റെ അനിയൻ കൃഷ്ണക്കുറുപ്പ്, പിന്നെ സുന്ദരമ്മയുടെ റിലേറ്റീവ് കൊച്ചുട്ടന്മാരായത് ഞാനും ഞങ്ങൾ 2 പേരും സ്മോൾ പോക്സ് വാക്സിനേഷൻ പണ്ട് എടുത്തിട്ടുള്ളവരാണ്. കൃഷ്ണക്കുറുപ്പ് കുറുപ്പാഷയുടെ അനിയൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഒരിക്കലും അദ്ദേഹത്തിനെ പരിചരിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ അപ്പം ഞാൻ എന്നും വൈകുന്നേരം കോടതിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 6:30-7 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. രാത്രി അവിടെയാണ് ഞാൻ കിടന്നത്, തൊട്ട വീട്ടിൽ. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറുപ്പാഷയുടെ ഭാര്യ സൗന്ദര്യമ്മ കൂടെ കൊണ്ട് വിളിക്കും, ഒന്ന് പോയി നോക്കൂ എങ്ങനെയുണ്ടെന്ന് അറിയാം. അവരുടെ ആങ്സൈറ്റി, അവരുടെ ആകാംക്ഷ നമുക്ക് മനസ്സിലാക്കാവുന്ന. ഞാൻ അകത്ത് പോയി നോക്കി വന്നിട്ട് വിശേഷം. കുറുപ്പാഷക്ക് കലശൽ എന്ന് പറഞ്ഞാൽ കലശലായിട്ടുള്ള തൊണ്ടയിൽ വരെ പ്രോസസ് വന്നു. അത്ര വലിയ ഒരു ബാധയായിരുന്നു. കുറുപ്പാഷ് ആസ്മ രോഗിയായിരുന്നു. പണ്ടുകാലം മുതൽ ശക്തിയായിട്ടുള്ള ആസ്മ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രോഗം വന്ന് മാറിക്കഴിഞ്ഞപ്പോൾ, ഈ വസൂരി രോഗം വന്ന് മാറിക്കഴിഞ്ഞപ്പോൾ മാഷയുടെ ആസ്മ അതോടുകൂടി. ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ, ആ സമയത്താണ് എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക്, ഞാൻ പണ്ട് മദ്രാസിലെ ലോ കോളേജിൽ പഠിക്കുമ്പോൾ മദ്രാസ് റേഡിയോ സ്റ്റേഷനിലെ നാടകങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അവിടുത്തെ ചില നാടകങ്ങൾ, ഞാൻ എഴുതിയ നാടകങ്ങൾ അവിടുന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഈ നാടകങ്ങൾക്ക്, അതായത് എന്ത് പ്രക്ഷേപണത്തിന് നമ്മൾ പോവുകയാണെങ്കിലും അവരൊരു കോൺട്രാക്റ്റ് തരും. ഞാൻ ഈ കോൺട്രാക്റ്റുകളുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ കുറുപ്പാഷയെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് തിരുവനന്തപുരത്ത് കോഴിക്കോട്ട് റേഡിയോ സ്റ്റേഷൻ തുടങ്ങാൻ പോകുന്നു. പെട്ടെന്ന് 4-5 പ്രോഗ്രാം ഓഫീസർമാരെ റിക്രൂട്ട് ചെയ്യണം. പക്ഷേ ഇത് പെർമനൻ്റ് അല്ല, ഇത് സ്ഥിരമല്ല. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വർടൈസ് ചെയ്താണ് ഈ പോസ്റ്റ് നികത്തേണ്ടത്. അത് അവർ അഡ്വർടൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ അപേക്ഷിക്കണം. അപ്പോൾ സമ്മതം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർവ്യൂവിന് വരുമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്ക് അന്ന് ട്രാൻസ്പോർട്ട് ബസ്സേ ഉള്ളൂ. തിരുവനന്തപുരത്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനില്ല. ട്രാൻസ്പോർട്ട് ബസ്സിൽ ചെന്നു. തലേ ദിവസം ചെന്നു. പിറ്റേ ദിവസം കാലത്താണ് ഇൻ്റർവ്യൂ പഴയ MLA's ക്വാർട്ടേഴ്സിൽ അന്ന് കാലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർ കുഞ്ഞുണ്ണി രാജ, TC ഗോപിനാഥ്, മലയാറ്റൂർ രാമകൃഷ്ണൻ, ഇവരെല്ലാവരും അപ്ലിക്കൻസ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് എന്നെ റിക്രൂട്ട് ചെയ്തു? അവരൊക്കെ സാഹിത്യത്തിൽ, അതായത് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. എനിക്കതിനൊന്നും സമയം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ വാസന ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും എനിക്കതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടാണ് പഠിച്ചതും കഷ്ടപ്പെട്ടാണ് ജീവിച്ചതും. അവിടെ ചെന്ന് അപ്പം ഇവരെല്ലാവരും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഓരോന്നൊക്കെ. അവർ ആ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചു. എനിക്ക് യാതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. എനിക്ക് സാഹിത്യ വാസനയുണ്ട് എന്ന് ഒരിക്കലും ഞാനൊന്നും അത് പുറത്ത് എടുത്തിട്ടില്ല. ഇവരെല്ലാവരും ആദ്യം പോയവരൊക്കെ അരമണിക്കൂറും 20 മിനിറ്റും ഒക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. എന്നെയാണ് അവസാനത്തെ ഇൻ്റർവ്യൂ എന്നെയായിരുന്നു. ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലാണ് ഡൽഹിയിൽ നിന്ന് വന്നിരുന്നത്. എന്നെ ചെന്നപ്പോൾ ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണം, എന്തുകൊണ്ട് ഇതിൽ ചെയ്യണം? ഞാൻ പറഞ്ഞു, എനിക്ക് ബ്രോഡ്കാസ്റ്റിംഗ്, പ്രക്ഷേപണ കല എനിക്കിഷ്ടമാണ്. അതെങ്ങനെ അറിയാൻ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, ഞാൻ മദ്രാസ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടുത്തെ റേഡിയോ നാടകങ്ങളിലൊക്കെ ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ നാടകത്തിൽ ഞാൻ പങ്കെടുത്തതിൻ്റെ കോൺട്രാക്ട്സ് കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കാണട്ടെന്ന് പറഞ്ഞു. കാണിച്ചു. 2 മിനിറ്റ് എടുത്തില്ല എൻ്റെ. ഇത് കണ്ടപ്പോൾ അന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, റേഡിയോയിൽ ഇതിനു മുമ്പ് അതായത് എന്തെങ്കിലും ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു. ഇതിൻ്റെ 1950 കഥയാണ് പറയുന്നത്. അന്ന് കേരളത്തിൽ വരെ റേഡിയോ സ്റ്റേഷൻ ഒന്നുമില്ല. ജനുവരി ഫെബ്രുവരിയിലെ കഥ. ഫെബ്രുവരിയിലാണ് ഇൻ്റർവ്യൂവിന് പോയെന്ന് എൻ്റെ ഓർമ്മ. അന്ന് വേറെ സ്റ്റേഷനൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ്
എനിക്ക് ഓർഡർ കിട്ടിയത്. അപ്പം അതിൽ പ്രത്യേകം പറയേണ്ടത് ഇത് ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് പോലീസ് വെരിഫിക്കേഷൻ വേണം. ഓൾ ഇന്ത്യ റേഡിയോയിൽ ചേരുന്ന എല്ലാവർക്കും പോലീസ് വെരിഫിക്കേഷൻ വേണം. എന്തെങ്കിലും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിൽ. അതായിരുന്നു അന്നത്തെ ചിന്ത. അപ്പോൾ അന്ന് 2 ഗസറ്റഡ് ഓഫീസർമാരുടെ സർട്ടിഫിക്കറ്റ് ഇയാളെ എനിക്കറിയാം, ഇയാൾ കുഴപ്പക്കാരനല്ല എന്ന് 2 സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ ചേരാമായിരുന്നു. ഞാൻ മേടിച്ചത് പാപ്പാളി മാഷ്, മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന പാപ്പാളി മാഷുടെയും ചന്ദ്രഹാസൻ മാസ്റ്റർ ഹിന്ദിയിലെ അവർ 2 പേരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് ആണ് ഞാൻ ജോലി ചേർന്നത്. കോഴിക്കോട് റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയത് 1950 മെയ് മാസത്തിലാണ്. അപ്പോഴാണ് ഞാൻ അവിടെ ചേർന്നത്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വരും നിങ്ങളുടെ അപ്പോയിൻമെന്റ്, വളരെ ടെമ്പററി ആണ്. നിങ്ങൾ UPSC അഡ്വർടൈസ് ചെയ്യുമ്പോൾ അതിന് അപേക്ഷിക്കണം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും അതൊന്നും ഉണ്ടായില്ല. അവർ തന്നെ ജോലിയുടെ റെക്കോർഡിൽ നമ്മൾ എങ്ങനെ ജോലി ചെയ്തു എന്നുള്ള സ്റ്റേഷൻ ഡയറക്ടറുടെ ശുപാർശയുടെ പേരിൽ ഞങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ ചേർന്നത്. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പി ഭാസ്കരൻ അവിടുത്തെ സ്ക്രിപ്റ്ററായിരുന്നു. ഞാൻ പറഞ്ഞു, ഭാസ്കരൻ അന്ന് 150 രൂപയാണ്. അവർക്കൊക്കെ അവരെല്ലാം കോൺട്രാക്ട് സ്റ്റാഫാണ്, കലാകാരന്മാരും എല്ലാവരും കോൺട്രാക്ട് സ്റ്റാഫാണ്. പി ഭാസ്കരൻ 150 രൂപയാണ്. BA ചിദംബരനാഥൻ വയലിനിസ്റ്റ് 120 രൂപയാണ് ചിദംബരനാഥന്റെ സംബന്ധിച്ച്. ഒരു മാസത്തെ കോൺട്രാക്റ്റാണ് അവർക്കൊക്കെ, റെഗുലർ ഗവൺമെന്റ് സർവൻസ് എല്ലാം. അപ്പോൾ എനിക്ക് കിട്ടിയത് റേഡിയോ സ്റ്റേഷനിൽ ചേർന്നപ്പോൾ മുതലേ കുട്ടികളുടെ പരിപാടികളുടെ ചാർജായിരുന്നു എനിക്ക്. അവിടെ അന്ന് ശനിയാഴ്ച വൈകുന്നേരം 7 മുതൽ 7:30 വരെയും ഞായറാഴ്ച കാലത്ത് 7 മുതൽ 7:30 വരെയും 2 കുട്ടികൾക്കുള്ള പരിപാടികളാണ്. ശനിയാഴ്ച വൈകുന്നേരം വരുന്നവർ കുറച്ച് മുതിർന്ന കുട്ടികൾ, ഞായറാഴ്ച കാലത്തുള്ള കൊച്ചു കുട്ടികൾ, അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരിക്കൽ ഇപ്പോഴും ഓർക്കണ്ട, ചിദംബരനാഥൻ കല്യാണം കഴിച്ചത് കൗസല്യ അല്ല, തുളസി കൗസല്യ 2 സിസ്റ്റേഴ്സ്, കോഴിക്കോട് സിസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ ഇവര് അന്ന് പാടുമായിരുന്നു. അതിലെ തുളസി കൗസല്യം കൂടി റേഡിയോ സ്റ്റേഷനിൽ പാടാൻ വരും. ആ തുളസിയാണ് ചിദംബരനാഥൻ ലവ് മാരേജ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞു. ഈ ചിദംബരനാഥൻ തുടക്കത്തിൽ പറയാണ് AKC നടരാജൻ, ക്ലാരിനെറ്റില് സൗത്ത് ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലാരിനെറ്റ് വാദകനായി പേരെടുത്ത ആളാണ്. അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം 150 രൂപ ശമ്പളം ചോദിച്ചു. 120 രൂപയെ ഓൾ ഇന്ത്യ റേഡിയോ കൊടുത്തുള്ളൂ. അതിൽ പണിയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ജോലി നിന്നില്ല. ചിദംബരനാഥൻ 120 രൂപയായിരുന്നു നിന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ചിദംബരനാഥൻ അതൊക്കെ കഴിഞ്ഞു പോയി, സിനിമയിൽ ട്യൂൺ ചെയ്തു. അപ്പോൾ എനിക്ക് ചിൽഡ്രൻസ് പ്രോഗ്രാം ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്, കുട്ടികളുടെ പരിപാടി. അതിലെ പാട്ടിനെല്ലാം എന്നെ സഹായിച്ചിരുന്നതും എന്താ പറയണത്, എനിക്ക് ഏറ്റവും കൂടുതൽ സഹകരണം തന്നതും എൻ്റെ ഒരു സ്നേഹിതനുമായി തീർന്ന ആളാണ് BA ചിദംബരനാഥൻ. അപ്പൊ ചിദംബരനാഥന്റെ ഭാര്യ തുളസിയുടെയും കൗസല്യയുടെയും അനീറ്റി പുഷ്പ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഈ ചിൽഡ്രൻസ് പ്രോഗ്രാമിൽ ഇടയ്ക്ക് പാടാൻ വരും. ആ കുട്ടി ഭംഗിയായിട്ട് പാടുമായിരുന്നു. അപ്പൊ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം പറഞ്ഞു, എനിക്ക് സുഹാനി രാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി പാട്ടുണ്ട്, ആ പാട്ടിന്റെ ട്യൂണില് മലയാളത്തില് ഒരു പാട്ട് കിട്ടിയാൽ ഞാൻ പാടാം. അപ്പൊ ഭാസ്കരൻ സ്ക്രിപ്റ്ററൈറ്ററാണ്. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ഭാസ്കറിന്റെ അടുത്ത് ചെന്നു, ഭാസ്കര, ഈ കുട്ടിക്ക് സുഹാനി രാത്ത് എന്നുള്ള ഹിന്ദി പാട്ടിന്റെ ആ രാഗത്തില് ആ ഈണത്തില് മലയാളത്തില് ഒരു പാട്ട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെന്താ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ഭാസ്കറിന്റെ എത്ര എളുപ്പമാണ് ഭാസ്കരൻ എഴുതുന്നതാണ്. ഭാസ്കരൻ എഴുതി, നിലാവേ നീ വരൂ സഖി ആ പാരിൽ പൂക്കൾ തോക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുഹാനി രാത് നികൽ ചുക്കി എന്നാണ് ആ പാട്ട് പറയുന്നത്. നിലാവേ നീ വരൂ സഖി ആ പാരിൽ പൂക്കൾ തോക്കും എന്ന് പറഞ്ഞ് ആ ട്യൂണില് ഒരു പാട്ട് എഴുതി കൊടുത്തു. പുഷ്പ അത് ഭംഗിയായിട്ട് പാടി. ആ പുഷ്പ ഇപ്പൊ എവിടെ ഇരിപ്പുണ്ട്? ആ കുട്ടി എവിടെ? കൽക്കട്ടയിൽ ആരോ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഞാൻ പറയാണ് ഭാസ്കരനാഥ് അങ്ങനെ. പിന്നെ
അന്ന് അവിടെ റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്ന മറ്റുള്ള രണ്ടുപേര് PC കുട്ടിക്കൃഷ്ണനും തിക്കൊടിയനായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ആദ്യം എടുത്തത് PC കുട്ടിക്കൃഷ്ണനാണ്. PC കുട്ടിക്കൃഷ്ണൻ 120 രൂപയായിരുന്നു അന്ന് പ്രതി മാസ വേതനം, കോൺട്രാക്ട് ഫിക്സ്. തിക്കൊടിയന് പിന്നീട് വന്ന ആളാണ് 90 രൂപ. ഒന്ന് ആലോചിച്ചു, ഈ മഹാരഥന്മാര് ഈ നിസ്സാരമായ ശമ്പളത്തിൽ നിന്നാണ് അന്ന് ജോലി ചെയ്തിരുന്നത്. അന്ന് ഏത് പ്രക്ഷേപണത്തിന് എവിടെ നിന്ന് വന്ന, ദൂരെ നിന്ന് വന്ന ആളായാലും അടുത്തുനിന്ന് വന്ന ആളായാലും ആരായാലും 25 രൂപയാണ് ഫീസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മിഠായി തെരുവിൽ കോഴിക്കോട്ടെ മിഠായി തെരുവിൽ കൂടി നടക്കുമ്പോഴായിരിക്കും P. കുഞ്ഞിരാമൻ നായരൊക്കെയാണ്. കുഞ്ഞിരാമൻ നായർ തല കുനിച്ച് കണ്ണടയുടെ മോളിൽ കൂടി നോക്കിക്കൊണ്ട് ഒരു പുരുഷോത്തമനായത് ഒരു പ്രോഗ്രാം കിട്ടിയിട്ട് കാലം എത്രയായി. കുഞ്ഞിരാമൻ നായർ കഴിഞ്ഞ മുമ്പത്തെ മാസം നിങ്ങൾക്കൊരു കവിതാ പാരായണം ഉണ്ടായിരുന്നു, 25 രൂപ. കുഞ്ഞിരാമൻ നായർക്ക് ഒരു കവിതാ പാരായണത്തിന്റെ പരിപാടി കൊടുത്താൽ ഞങ്ങൾ റേഡിയോ സ്റ്റേഷനിലുള്ളവർ ഉള്ളുമ്പോൾ നിൽക്കുന്നവരാണ്. ഇന്ന് രാത്രി 7:30 മണിക്കാണ് പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ നേരത്തെ 15 ദിവസം മുമ്പേ അതിന്റെ കവിത അയച്ചു തരണമെന്നാവും ഇപ്പൊ കുഞ്ഞിരാമൻ നായർ അയച്ചു തരില്ല. പക്ഷെ കുഞ്ഞിരാമൻ നായർ കോഴിക്കോട്ട് വന്ന് താമസിക്കുന്നത് മിഠായി തെരുവിലെ മോഡേൺ ഹിന്ദു ഹോട്ടലിലാണെന്നറിയാം. മോഡേൺ ഹോട്ടലിൽ ഞങ്ങൾ ചെല്ലും. അപ്പൊ പറയും ഉണ്ട്, ഇപ്പൊ തന്നേക്കാൻ കവിത എന്ന് പറയും. ആള് കവിത എഴുതിയിട്ടുണ്ടാവും, അപ്പൊ ഇരുന്ന് എഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. 7:30 മണിക്കാണ് പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് മുള്ളുമ നിൽക്കുന്ന പോലെ 7 മണി 7:15 മണിയാകുമ്പോഴും കുഞ്ഞിരാമൻ നായരുടെ അഡ്രസ് ഇല്ല. അപ്പോഴാണ് ഒരു റിക്ഷയില് ആള് എന്താ പറയുന്നത്, ഒരു വരിയിലായിട്ട് വന്നിറങ്ങി. ഒരു കാര്യം ചെയ്യും, എനിക്കൊരു കടലാസും ഒരു പേനയും തരൂ, ഞാനിതൊന്ന് പകർത്തി എഴുതട്ടെ, എൻ്റെ കവിത ഇപ്പൊ എഴുതി കഴിഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു, കുഞ്ഞിരാമൻ നായരെ ഇതൊന്നും പറഞ്ഞാൽ നടക്കില്ല, നിങ്ങളുടെ പ്രക്ഷേപണത്തിന് ഇനി 2 മിനിറ്റേ ഉള്ളൂ, നമുക്ക് നേരെ സ്റ്റുഡിയോ പോകാം. അപ്പൊ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് കുഞ്ഞിരാമൻ നായർ വെട്ടും തിരുത്തും ഒക്കെ ആയിട്ട് കുറെ കടലാസ് ഉള്ള. എന്നിട്ട് ഇതും കൊണ്ടൊന്ന് കവിത സ്റ്റുഡിയോയിലിരുന്ന് കവിത ചൊല്ലുന്ന സമയത്ത് കടലാസ് തപ്പായിരിക്കും അങ്ങനെ. അപ്പൊ അതിനിടയ്ക്ക് ചൊല്ലിയ വരി വീണ്ടും വീണ്ടും ആവർത്തിക്കും കടലാസ് കിട്ടാനായിട്ട്. എന്നിട്ടാണ് പിന്നെ അടുത്ത് വായിക്കുക. ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞിരാമൻ നായരുടെ പ്രക്ഷേപണം നടക്കുക. ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അങ്ങേരാത്ത് ചെന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കൊടുക്കും. ആ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പ് നമ്മൾ വായിക്കുമ്പോൾ ദേവന്മാരുടെ ഭാഷയാണ് കവിത എന്ന് നമുക്ക് തോന്നിപ്പോ. അത്ര എന്താ പറയുന്നത്, മഹത്തായിട്ടുള്ളതായ ഒരു കവിതയായിരിക്കും അത്. ഈ കുത്തഴിഞ്ഞ പുസ്തകം പോലെ വെട്ടിത്തിരുത്ത് യുദ്ധക്കളം പോലെയുള്ള കടലാസിൽ വെട്ടിയും തിരുത്തൊക്കെ ആയിട്ടുള്ള ഒരു കവിതയാണ് തലേ ദിവസം വന്ന് റേഡിയോ സ്റ്റേഷനിൽ അദ്ദേഹം പ്രക്ഷേപണം ചെയ്തെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. അതുപോലെ ഒരിക്കൽ എനിക്കൊരു പ്രക്ഷേപണത്തിൽ CH കുഞ്ഞപ്പ അദ്ദേഹം മാതൃഭൂമിയിലെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു. KP കേശവനായിരുന്നു എഡിറ്റർ. അത് കഴിഞ്ഞ അടുത്ത ആള് കുഞ്ഞപ്പയായിരുന്നു. കുഞ്ഞപ്പ നായർ ഒരിക്കൽ പ്രക്ഷേപണത്തിന് വന്നു. അത് വടക്കേ മലബാറിലെ ഒരു 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 സ്വാതന്ത്ര്യ സമര സേനാനിയെ പറ്റി സംസാരിക്കാനായിരുന്നു. എനിക്ക് പേര് ഓർമ്മയില്ല. അദ്ദേഹത്തിന് ഗവൺമെന്റ് സഹായങ്ങളൊന്നും ചെയ്തിട്ടില്ല. മറ്റുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊക്കെ പലതും ചെയ്തു, ഇയാൾക്കൊന്നും ചെയ്തിട്ടില്ല എന്നൊരു ഭാഗമുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇന്നത്തെ പോലെ അല്ല. അന്ന് ഗവൺമെന്റിനെ വിമർശിക്കുന്നത് യാതൊന്നും പ്രക്ഷേപണം ചെയ്തുകൂടായി. അപ്പൊ ഇത് പറഞ്ഞു കുഞ്ഞിരാമൻ നായരെ, അല്ല കുഞ്ഞപ്പ പക്ഷേ ഇത് നമുക്ക് ഇടാമെന്ന് ഓർത്തില്ല, സർക്കാരിനെ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റും. കുഞ്ഞപ്പ നായർ വളരെ എന്താ പറയുന്നത്, നിശ്ചയദാർഢ്യവും അഭിപ്രായ സ്ഥിരതയുള്ള ആളെ. ഇത് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് മാറ്റിയാൽ എൻ്റെ പ്രക്ഷേപണത്തിന്റെ സത്ത് പോകും. ഞങ്ങള് ബുദ്ധിമുട്ടായി. അപ്പോൾ സർദാർ KM പണിക്കരുടെ മകൻ മധു പണിക്കരാണ് അന്ന് അവിടുത്തെ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് ഡയറക്ടർ. തൊട്ടടുത്ത് ബീച്ചിലാണ് അദ്ദേഹം താമസം. ഞങ്ങൾ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹം ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അദ്ദേഹത്തിന്റെ പ്രക്ഷേപണത്തിന്, അത് മാറ്റാൻ പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചാലപ്പുറത്താണ് വന്നേ, ഞാൻ വന്ന റിക്ഷ കാത്തുവെപ്പുണ്ട്, ഞാൻ പൊക്കോളാം, പക്ഷെ ഇത് വെട്ടിയിട്ട് ഇതിൽ പ്രക്ഷേപണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു.
അത് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, അയാളോട് പറയും ഇത് പ്രക്ഷേപണം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, സാറേ നമ്മൾ മാതൃഭൂമി പിണക്കുന്നത് നമ്മുടെ റേഡിയോ സ്റ്റേഷന് വലിയ ക്ഷീണമായിരിക്കും. കുഞ്ഞപ്പൻ അവിടുത്തെ നമ്പർ 2 ആണ്. അപ്പം അങ്ങനെ ഇത്തിരി ആലോചിച്ചിട്ട് എന്നൊരു കാര്യം ചെയ്യും, അതങ്ങനെ പ്രക്ഷേപണം ചെയ്തോളാം, വരുന്നത് നമുക്ക് പിന്നീട് കാണാം. ഞങ്ങൾ ഓടി, സമാധാനത്തോടെ ഓടി സ്റ്റുഡിയോ ചെന്ന് കുഞ്ഞപ്പനായരോട് പറഞ്ഞു, കുഞ്ഞപ്പ ഇട്ടോളൂ, അങ്ങക്ക് നിർബന്ധമാണ്, അങ്ങേത് ഇട്ടോളൂ, പറഞ്ഞോളൂ, ഇത് പ്രക്ഷേപണം ചെയ്തോളൂ എന്ന് പറഞ്ഞു. കുഞ്ഞപ്പനായർ ഒന്നും പറഞ്ഞു, ഒരു പേന തരുന്നു. പേന മേടിച്ചു, ആ ലൈൻ അദ്ദേഹം കട്ട് ചെയ്തു, ആ സ്ക്രിപ്റ്റ്. ഞാൻ കാരണം നിങ്ങളുടെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല, അതെനിക്ക് അപ്പൊ അതില്ലാതെയാണ് അദ്ദേഹം ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. ഓർമ്മയുണ്ട്. അതുപോലെ കുട്ടിക്കൃഷ്ണമാരാർ പ്രക്ഷേപണത്തിൽ വരാറുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ ഒരു ശുണ്ഠിക്കാരനാണ്. കണ്ടാൽ തന്നെ അറിയാം, എവിടെയെങ്കിലും വന്നാൽ ഒരു ശുണ്ഠി എടുക്കാൻ, ഒരു വഴക്കെടുക്കാൻ ഒരു വഴിയുണ്ടോ എന്ന് നോക്കുന്ന മതി. കുട്ടിക്കൃഷ്ണമാരാർ ഒന്ന് സംസ്കൃത സാഹിത്യത്തിന്റെ എന്തോ ഇതിനെപ്പറ്റി പ്രക്ഷേപണം ചെയ്യായിരുന്നു. അപ്പോ അവിടുത്തെ അനൗൺസർമാരൊക്കെ ഈ കോൺവെന്റിൽ പഠിച്ച പെൺകുട്ടികളാണ്. അവർ ഭംഗിയായിട്ട് പറയും, നല്ല ശബ്ദമാണ്, ടാലന്റ്, വളരെ കലാവാസനയുള്ളവരാണ്. പക്ഷെ ഇവർക്ക് ആർക്കും സാഹിത്യത്തെ പറ്റിയോ സംസ്കൃത സാഹിത്യത്തെ പറ്റി വിശേഷിച്ചോ ഒരു വിവരമില്ല. ഈ കുട്ടി എന്ത് ചെയ്തു, ഒരു സിനിമാ മാസിക കയ്യിലുണ്ടായിരുന്നു, അത് വായിച്ചുകൊണ്ടിരുന്നു. അപ്പൊ തുടക്കത്തിൽ അനൗൺസ് ചെയ്യും, ഇങ്ങനെ ഇന്ന വിഷയത്തെ കുറിച്ചിട്ട് കുട്ടിക്കൃഷ്ണമാരാർ പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിയുമ്പോൾ പറയും, ഇത് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് ശ്രീ കുട്ടിക്കൃഷ്ണമാരാണ്. കുട്ടിക്കൃഷ്ണമാരാർ ഇത് കണ്ടു. താൻ സംസ്കൃത സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റി പറയണ സമയത്ത് റേഡിയോ സ്റ്റേഷനിലെ അനൗൺസർ എൻ്റെ മുമ്പിലിരിക്കുന്ന, എൻ്റെ പ്രത്യക്ഷത്തിലിരിക്കുന്ന ശ്രോതാവാണ് ഈ അനൗൺസർ. അവരൊരു സിനിമാ മാസിക, സിനിമാ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഡയറക്ടർ ജനറൽ കംപ്ലൈൻ്റ് ആക്കി. അവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറഞ്ഞ് സ്റ്റേഷനിൽ വന്നു. അപ്പൊ അന്വേഷിച്ച് വന്ന ഒറ്റ സംഗതിയുള്ളൂ, ഈ ജോലിക്ക് പോകും, ഈ കുട്ടിയുടെ ജോലി പോകും, ഈ അനൗൺസറുടെ ജോലി പോകും. ഇത്ര പ്രസിദ്ധപ്പെട്ട ഒരു സാഹിത്യകാരൻ പ്രക്ഷേപണത്തിൽ വന്ന സമയത്ത് അനൗൺസർ ഒരു സിനിമാ മാസിക വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി പോകുന്നറിയാം. ഞങ്ങൾ ചെന്ന് കുട്ടിക്കൃഷ്ണമാരായിട്ട് ചെന്ന് പറഞ്ഞു. കുട്ടിക്കൃഷ്ണമാരാർ പറഞ്ഞു, ഞാൻ വിട്ടുതരില്ല, ഞാൻ എൻ്റെ കംപ്ലൈൻറ്റ് പിൻവലിക്കില്ല എന്ന്. അവസാനം ഞങ്ങൾ ചോദിച്ചു, ആരാനെ നിങ്ങൾക്കൊരു മകളെ ഉണ്ട്, നിങ്ങളുടെ മകളാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒരു പരാതി ചെയ്യും. കുട്ടിക്കൃഷ്ണമാരാർ കുറച്ചു നേരം തലകുടിച്ചിരുന്ന് ആലോചിച്ചു. ശരിയാണ്, ആ കൊച്ചിൻ്റെ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ അവളുടെ ജോലി പോകും, അങ്ങയുടെ ഈ കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് പരിഗണിക്കാതെ നിവൃത്തിയില്ല, ആ കുട്ടിയുടെ ജോലി പോകും, അതാണ് സംഭവിക്കാൻ പോകും. ഞാൻ ഇന്ന് തന്നെ ഡയറക്ടർ ജനറലിനെ എഴുതുകയാണ്, എൻ്റെ പരാതി ഞാൻ പിൻവലിച്ചിരിക്കും. അങ്ങനെയൊക്കെ വളരെ മഹാമനസ്കതയുള്ളതായ, എന്നാൽ അതേസമയം ആത്മാഭിമാനവും മഹാമനസ്കതയുള്ളതായ ആളുകളുടെ പ്രക്ഷേപണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്.